ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ വളരെ ദയനീയമായ പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ആകെ 9 മത്സരങ്ങളിൽ ഈ സീസണിൽ പരാജയം ഏൽക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ പ്ലേ ഓഫിന് യോഗ്യത നേടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഈ സീസണിലും ഇനി പ്രതീക്ഷകൾ ഒന്നും വെച്ചു പുലർത്തുന്നതിൽ അർത്ഥമില്ല എന്ന രൂപത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തേത്, ആദ്യ പകുതിയിൽ ഗോളടിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സീസണിൽ ആകെ കേരള ബ്ലാസ്റ്റേഴ്സ് 27 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. അതിൽ 22 ഗോളുകളും രണ്ടാം പകുതിയിലാണ് പിറന്നിട്ടുള്ളത്. ബാക്കിയുള്ള 5 ഗോളുകൾ മാത്രമാണ് ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു പോരായ്മ തന്നെയാണ്. മത്സരത്തിന്റെ തുടക്കം മുതലേ ഈ ഒരു വിജയം ഉറപ്പിച്ചുകൊണ്ട് കളിക്കാൻ, അല്ലെങ്കിൽ ഗോളുകൾ നേടിക്കൊണ്ട് ആധിപത്യം സ്ഥാപിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരുപക്ഷെ അതൊരു തന്ത്രമായി മാറിയേക്കാം. നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ TG പുരുഷോത്തമൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മത്സരത്തിന്റെ 70ാമത്തെ മിനിറ്റിന് ശേഷം മത്സരം കിൽ ചെയ്യുക എന്നുള്ളതാണ് തങ്ങളുടെ ഒരു പ്ലാൻ എന്ന് നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നിരുന്നാൽ പോലും ആദ്യ പകുതിയിൽ ഗോളുകൾ നേടാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ മത്സരത്തിന്റെ അവസാനത്തിലേക്ക് ഗോളുകൾ നേടാൻ കാത്തിരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. അപ്പോൾ അതൊരു ബ്ലാസ്റ്റേഴ്സിന്റെ പോരായ്മ തന്നെയാണ്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ നിരവധി കോർണർ കിക്കുകൾ ലഭിച്ചു എന്നുള്ളതാണ്. ആകെ 108 കോർണർ കിക്കുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു ഗോൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. അതന്നെ ഭാസ്കർ റോയിയുടെ ഒരു പിഴവിൽ നിന്നായിരുന്നു ഗോൾ പിറന്നിരുന്നത്. അല്ലാതെ കോർണർ കിക്കുകൾ അസിസ്റ്റുകളായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സെറ്റ് പീസിന്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് വളരെ പരിതാപകരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഫെഡറിക്കോ മൊറേസിനെയൊക്കെ നേരത്തെ നിയമിച്ചിരുന്നു, പക്ഷെ അതൊന്നും ഫലം കാണാതെ പോവുകയായിരുന്നു. 108 കോർണർ കിക്കുകൾ ലഭിച്ചിട്ട് ഒന്ന് മാത്രമാണ് അത് ഗോളിൽ കലാശിച്ചത് എന്ന് പറയുമ്പോൾ അതൊരു വലിയ പോരായ്മ തന്നെയാണ്. ഇത്തരത്തിലുള്ള പോരായ്മകൾ നികത്താത്തത് കൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഇപ്പോൾ കഷ്ടപ്പെടേണ്ടി വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.